ഹലോ എവ്രി വൺ. ഇക്ലിബ്രിംസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഈ തംബ്നെയിലുള്ളതാണ് വിഷയം. മറ്റൊന്നുമല്ല, ആക്ടർ ബാലയും ഇദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യ എലിസബത്ത് തമ്മിലുള്ള ഇഷ്യൂ ആണ് വിഷയം. ഇവിടെ എലിസബത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ നിസ്സഹായാവസ്ഥയെ സപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം ബാലയുടെ ആരാധകർ മറ്റൊരു സൈഡിലുണ്ട്. പക്ഷേ ബാലയുടെ ആരാധകരൊക്കെ മിണ്ടാതിരിക്കുകയാണ്. കാര്യം അവരെന്തെങ്കിലും വന്ന് മിണ്ടിയാൽ സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ പൊങ്കാല ഉറപ്പാണ്. ഇവിടെ ആരാണ് ശരി തെറ്റെന്നൊന്നും എനിക്കറിയില്ല. ഞാനിതിൻ്റെ ഒരു സൈക്കോ സോഷ്യൽ ആസ്പെക്റ്റാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ താഴെ വന്ന ഒരു കമൻറ്റാണിത്. ഇയാൾക്ക് ഇങ്ങനെ വന്നാൽ ഇയാൾ എന്ത് ചെയ്യും? നിസ്സഹായായ ഒരു പെണ്ണിന് ഇനി എന്ത് ചെയ്യാൻ? ബാല എന്തൊരു വൈകൃതമാണ്, കഷ്ടം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എലിസബത്ത് നിസ്സഹായ അല്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷേ ഈ രീതിയിൽ തുടർന്നു പോയാൽ എലിസബത്ത് നിസ്സഹായമായി പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയേക്കാം. അപ്പോൾ അവർ അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തരുത് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അവർക്ക് വിദ്യാഭ്യാസമുണ്ട്, ആരോഗ്യമുണ്ട്, സാമ്പത്തികമായ പ്രശ്നങ്ങളൊന്നുമില്ല, സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലിയുണ്ട്. ഇതിനേക്കാളെല്ലാം ഉപരിയായി സമൂഹത്തിൽ നിന്ന് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അത് കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് പ്രധാനം. ആരായാലും ഒരു ഫൈറ്റിന് ഇറങ്ങുമ്പോൾ അതിനുള്ള ഒരു ഒരുക്കമുണ്ട്. നാം അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം സംഗ്രഹിച്ചു കൂട്ടി വെക്കുകയും അങ്ങനെയൊക്കെ ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ. നമ്മളുടെ ആയുധങ്ങൾ റിസർവിൽ വെക്കേണ്ട ആയുധങ്ങളുണ്ട്, നാം എടുത്തുപയോഗിക്കേണ്ട ആയുധങ്ങളുണ്ട്. അങ്ങനെ അതുപോലെ തന്നെ പ്രധാനമാണ് നമ്മളുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യം സൂക്ഷിക്കുക എന്നുള്ളത്. ഈ എലിസബത്ത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇടുന്ന വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം, പാതിരായ്ക്കും 10 വെളുപ്പിനും ഒക്കെയാണ് വന്ന് ഇടുന്നത്. ഇവരുടെ ഉറക്കം നന്നായില്ലെങ്കിൽ അവരുടെ മാനസികാരോഗ്യം കൂടുതൽ പ്രശ്നത്തിലേക്ക് പോവുകയുള്ളൂ. ഇവരുടെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു വൾണറബിലിറ്റി ഇവരുടെ ഏറ്റവും ആദ്യത്തെ ഈ ബാലയെ കണ്ടുമുട്ടുന്നതിനൊക്കെ മുമ്പുള്ള വീഡിയോ മുതൽ നാം കണ്ടിട്ടുള്ളതാണ്. ഓരോ വീഡിയോയിലും പൊട്ടിക്കരയാൻ ഭാഗത്ത് നിൽക്കുന്ന ഒരു എലിസബത്തിനെ നമ്മൾ ആദ്യം മുതൽ കാണുന്നതാണ്. ഇവിടെ ഈ ക്ലിപ്പിൽ കാണുമ്പോൾ എലിസബത്ത് വളരെ സന്തോഷവതിയാണ്. അതേ രാത്രിയിൽ വന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് ഒന്നാമത്തെ ഒരു കാര്യം എലിസബത്ത് അറിഞ്ഞിരിക്കേണ്ടത് തൻ്റെ വൾണറബിലിറ്റി മറ്റുള്ളവരിലേക്ക് എത്തിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, തൻ്റെ കയ്യിലുള്ള തനിക്ക് തൻ്റെ തോന്നലുകളായിക്കോട്ടെ, താൻ അനുഭവിച്ചിട്ടുള്ളതായിക്കോട്ടെ, അത് പ്രൂവ് ചെയ്യാൻ തക്ക തെളിവുകൾ താൻ ഏത് വിധത്തിലുണ്ടാക്കണം. സൈലൻ്റ് ആയിട്ടിരുന്നുകൊണ്ട് അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യണം. എന്താണ്, ഇതുപോലെയുള്ള പല ആൾക്കാരുമായി സംസാരിച്ചും ഇത്തരം വീഡിയോകൾ പങ്കുവെച്ചും മറുവശത്തിനെ കൂടുതൽ പ്രൊവോക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ കൂടുതൽ എക്യുപ്ഡ് ചെയ്യുന്നത്. കടന്നുപോയ വീഡിയോസ് എല്ലാം കണ്ടാൽ നമുക്കറിയാം, ഒരു കാര്യവുമുള്ള വീഡിയോകളുടെ ക്ലിപ്പിങ്സ് അല്ല അതൊന്നും. അതെല്ലാം ഈ സോഷ്യൽ മീഡിയയിൽ ഒരു ഒരു ഉത്സവമാക്കി ഇത് ആഘോഷിക്കുകയാണ്, എല്ലാവർക്കും കണ്ടന്റ് കിട്ടുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇതുകൊണ്ട് എലിസബത്തിന് ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല. അതൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ കാണുന്ന ക്ലിപ്പിലുള്ള പോലെ മിഷൽ ഷാജിമോട് കണക്ഷൻ, ഇതെല്ലാം ചെറിയ കാര്യങ്ങളല്ല. ആ മാതാപിതാക്കളും ഇതിനെപ്പറ്റി വളരെ ഉത്കണ്ഠയോടെ നോക്കിക്കാണുന്നുണ്ടാവാം. അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ മറുവശത്ത് അവർക്ക് ഇത് എലിസബത്ത് ചെയ്യുന്നത് അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണെന്ന് പ്രൂവ് ചെയ്യാനുള്ളൊരു അവസരമാണ്. അതുകൊണ്ട് തന്നെ രണ്ടാമതായി, അടിസ്ഥാനമില്ലാത്ത തൻ്റെ കയ്യിൽ സോളിഡായിട്ടുള്ള എവിഡൻസ് ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ വന്ന് പറയാതിരിക്കുക. വരേണ്ടിയ കാര്യങ്ങൾ അതിൽ യാഥാർത്ഥ്യമുണ്ടെങ്കിൽ താനെ പുറത്തു വരും. തൻ്റെ ഭാഗത്തു നിന്നുള്ള ഫൈറ്റ് ആരംഭിക്കുന്നതിനുള്ള പ്രിപ്പറേഷൻ ചെയ്യുകയാണ് വേണ്ടത്. മൂന്നാമതൊരു കാര്യം, ഇങ്ങനെ എലിസബത്തിനോട് താല്പര്യമുള്ളവർ എലിസബത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വന്ന് കാണുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷേ അതൊക്കെ കണ്ടൻ്റാക്കി സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ അവർക്ക് കണ്ടൻറ്റിന് വേണ്ടിയാണോ ഇത് ചെയ്യുന്നത്, അതോ എലിസബത്തിന് കണ്ടൻറ്റിന് വേണ്ടിയാണോ ഇത് ചെയ്യുന്നത് എന്ന് സംശയം തോന്നും. മൂന്നാമത് ഒരു കാര്യം, പ്രായപൂർത്തിയായ വിദ്യാഭ്യാസമുള്ള 2 പേർ തീരുമാനമെടുത്ത് ഒന്നിച്ച് ജീവിച്ചു. അതിലൊരാൾ ടോക്സിക് ആണെന്ന് മറ്റേ ആൾ പറയുന്നു, അതിൽ നിന്ന് പിന്മാറുന്നു. അങ്ങനെ നോക്കുമ്പോൾ എലിസബത്ത് ചെയ്തത് നല്ല കാര്യമാണ്, അല്ലെങ്കിൽ ബാലയുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോയത് നല്ല കാര്യമാണ്. ഇവിടെ ഒഫൻസ് ആയിട്ട് വരുന്നത് നിങ്ങൾ അനുഭവിച്ച പീഡനങ്ങളാണ്. അത് പ്രൂവ് ചെയ്യാൻ മാത്രമാണ് ഈ ഘട്ടത്തിൽ ചെയ്യേണ്ടത്. ഈ ക്ലിപ്പിൽ എഴുതിയിരിക്കുന്നു നോക്ക്, നേരിട്ട് എന്നോട് പറഞ്ഞത് ഭീകരം. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ ആൾക്കാരെ കണ്ടു, നേരിട്ട് പറഞ്ഞു. ഇപ്പം എലിസബത്ത് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നുണ്ട്. അതല്ലാതെ ഇത്തരം ആൾക്കാർക്ക് എന്ത് വേണമെങ്കിലും പറയാം. എന്നോട് അത് പറഞ്ഞു, എന്നോട് ഇത് പറഞ്ഞു. അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വൾണറബിലിറ്റി ഉണ്ടാക്കുകയാണ് എലിസബത്ത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സ്വയം ചെയ്യുന്നത്. ആർക്കും എന്തും പറയാമല്ലേ, എന്നോട് അങ്ങനെ പറഞ്ഞു, എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്ന്. അടുത്തത്, നാലാമത്തെ ഒരു കാര്യം, ആർക്കും എന്തും എലിസബത്തിനോട് വന്ന് പറയാനായിട്ട് പറ്റുന്ന ഒരു കാര്യം,
ഇത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം ഈ സമയം എല്ലാം കടന്നു പോകും. നമ്മുടെ ഭാവിയിലേക്കും നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ കിടന്ന് കളിക്കുന്നത്. അരവട്ടണ്ണൻ പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത്. എന്തൊരു കഷ്ടമാണിത്. അപ്പോൾ ബേസിക്കലി ആർക്കും എന്തും എലിസബത്തിനെ പറ്റി വീഡിയോ ഉണ്ടാക്കാനും വന്ന് പറയാനും ഉള്ളൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ 3-4 പോയിന്റ്സാണ് എനിക്ക് എലിസബത്തിനോട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫൈറ്റുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ കോപ്പ് കൂട്ടുക. അടുത്തത് ഈ ക്ലിപ്പ് നോക്കുക. ഇത് വളരെ പ്രസക്തമാണ് കേട്ടോ. എലിസബത്തിന് പൂർണ്ണ സംരക്ഷണം, പീഡനം മുതൽ വധഭീഷണി വരെ, തെളിഞ്ഞാൽ ബാലയ്ക്ക് ജയിലുറപ്പ്. 5-ാമത്തെ ഈ പോയിന്റാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. അതായത് ഇത് തെളിയിക്കുകയാണ് വേണ്ടിയത്. തെളിയിച്ചില്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വെറുതെ വെള്ളത്തിൽ വരച്ച വര പോലെ ആയിപ്പോവും. അപ്പോൾ ഒരാൾക്കെതിരെ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്താം, അയാളെ ജനങ്ങളെ കൊണ്ട് വെറുപ്പിക്കാം എന്നല്ലാതെ ഇതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. ജനങ്ങൾ വെറുത്താലും അയാൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ഇത്തരം ക്രൂരതകൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള നീതി കിട്ടട്ടെ, അതിനുവേണ്ടിയുള്ള കോപ്പ് കൂട്ടുക. നിങ്ങൾ അതിനുവേണ്ടി പ്രിപ്പയർ ആകുക. നിയമയുദ്ധത്തിന് വേണ്ടി നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ ഒരു വേള നിങ്ങൾക്കത് തെളിയിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോയി പറ്റുന്നത്രയും ചെറുത്ത് നിൽക്കുക, പ്രതിരോധിക്കുക, യുദ്ധം ചെയ്യുക തന്നെ വേണം. വിജയത്തിലേക്ക് എത്തിക്കാൻ നിങ്ങൾ കുറച്ചും കൂടി പക്വത കാണിക്കേണ്ട ആവശ്യമുണ്ട്. ആ ഒരു നിയമയുദ്ധത്തിൽ നിങ്ങൾ ജയിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് മുന്നോട്ടൊരു ജീവിതമുണ്ട്. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്ന് അലക്കാതിരിക്കുക.